നമസ്കാരം. കിങ് ലയർ കഥ തുടർന്നു കേൾക്കാം. മനസ്സിൻ്റെ സമനില തെറ്റിയ രാജാവ് ഇറങ്ങിയോടി. അതുകണ്ട് കയസും ഗ്ലൗസെസ്റ്റർ പ്രഭുവും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി. പക്ഷേ ഗ്ലൗസെസ്റ്റർ ഉടൻ മടങ്ങി വന്നു. അദ്ദേഹം ഗോണറിലിനെയും റീഗണെയും വിളിച്ചു പറഞ്ഞു, പുറത്ത് വലിയ കൊടുങ്കാറ്റാണ്. ലിയർ രാജാവിൻ്റെ ജീവൻ അപകടത്തിലാണ്. കാരണം കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയിൽ മരങ്ങൾ പോലുമില്ല. അതിനാൽ അദ്ദേഹത്തെ തിരികെ വിളിക്കൂ. ചെല്ലട്ടെ. റീഗൺ കോപത്തോടെ പറഞ്ഞു. തന്ത മണ്ടനും പിടിവാശിക്കാരനുമാണ്. അനുഭവിച്ചാലേ പഠിക്കൂ. നിങ്ങൾ ചെന്ന് കൊട്ടാരത്തിൻ്റെ ഗേറ്റ് അടയ്ക്കൂ. എന്നിട്ട് വന്ന് കിടന്നുറങ്ങിക്കൊള്ളൂ. ഗ്ലൗസെസ്റ്റർ പ്രഭു രാജാവിനെ രക്ഷിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. അധ്യായം 8. മുഴുഭ്രാന്തനായ രാജാവ്. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. തല്ലിത്തകർത്തു പെയ്യുന്ന മഴ. വയസ്സനായ രാജാവ് എല്ലാം സഹിച്ച് വേച്ച് നടന്നു. ദുഷ്ടകളായ പെൺമക്കളുടെ മനുഷ്യത്വ ഹീനതയേക്കാൾ പ്രകൃതിയുടെ ക്രൂരതയാണ് രാജാവിന് ഭേദമായി തോന്നിയത്. ലിയർ രാജാവ് എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. മഴയിൽ നിന്നും രക്ഷപ്പെടാൻ സ്ഥലമൊന്നും കാണാനില്ല. ഒരു മരച്ചുവട് പോലുമില്ലവിടെ. കൂരിരുട്ടിന് കട്ടി കൂടിക്കൂടി വന്നു. രാജാവിൻ്റെ മനസ്സിലും കോപം കൊണ്ട് അന്ധകാരം നിറഞ്ഞു നിന്നു. സ്വർഗം പോലുള്ള കൊട്ടാരത്തിലെ സ്വർണമഞ്ചത്തിൽ കിടന്നുറങ്ങേണ്ട ലിയർ രാജാവ് ഒരു തെണ്ടിയായി മാറി. അദ്ദേഹത്തെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ സർവ്വവും കൈക്കലാക്കിയ പെൺമക്കൾ പാവപ്പെട്ട പിതാവിനെ കറിവേപ്പില പോലെ പുറത്തേക്കെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അതിദയനീയമായിരുന്നു. ആ വഞ്ചനയുടെ വേദന താങ്ങാൻ ആ പാവത്തിൻ്റെ ഹൃദയത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റി. അദ്ദേഹം ഭ്രാന്തനായി മാറി. രാജാവ് ആജ്ഞാപിച്ചു, ഇടിമിന്നലിനോട് തന്നെ അടിച്ചു വീഴ്ത്താൻ, മഴയോട് തന്നെ മുക്കിക്കൊല്ലാൻ. ആകാശത്തേക്ക് നോക്കി രാജാവ് ഇങ്ങനെ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ രാജ്യമോ സ്വത്തുക്കളോ തന്നിട്ടില്ലല്ലോ, എൻ്റെ സ്നേഹവും തന്നിട്ടില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടെന്നെ കൊല്ലുന്നില്ല? ലിയർ രാജാവിന് പെട്ടെന്ന് തൻ്റെ പ്രിയ മകൾ കൊർഡീലിയയെ ഓർമ്മ വന്നു. അവളോട് ചെയ്തത് തെറ്റായെന്ന കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായി. ആ തെറ്റിൻ്റെ ശിക്ഷയാണ് താൻ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം ഊഹിച്ചു. ആ വൃദ്ധൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നീറിപ്പുകഞ്ഞു. അദ്ദേഹം നിരാശനായി അലഞ്ഞു നടന്നു. കൂട്ടിന് ഒരു വിദൂഷകൻ മാത്രം. അയാൾ ചില പാട്ടുകൾ പാടിയും നേരമ്പോക്ക് പറഞ്ഞും രാജാവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. മഴ നനഞ്ഞ് ചെളിയിൽ മുങ്ങി ഇരുട്ടിൽ അലയുന്ന രാജാവിനെ കയസ് കണ്ടെത്തി. രാജാവിൻ്റെ വിശ്വസ്ത സേവകനായി തീർന്ന കയസ് രാജാവിനെ രക്ഷിക്കാൻ എത്തിയതാണ്. അദ്ദേഹം രാജാവ് തന്നെ നാടുകടത്തിയിട്ടും അതിൽ ഒരു ദേഷ്യവും കരുതാതെ രാജാവിൻ്റെ ഉത്തമ പരിചാരകനായി മടങ്ങിയെത്തിയിരിക്കുകയാണല്ലോ. കയസ് രാജാവിനോട് പറഞ്ഞു, തിരുമേനി, അങ്ങ് ഈ ഭീകരരാത്രിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കരുത്. ദുഷ്ടജന്തുക്കൾ പോലും മാളങ്ങളിൽ നിന്ന് പുറത്തു കടക്കാത്ത ഭീകരരാത്രിയാണിത്. വരൂ, നമുക്ക് താമസിക്കാൻ ഒരു ഗുഹ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിൽ കയറിയിരിക്കാം. കയസ് രാജാവിനെ നിർബന്ധപൂർവം പിടിച്ചു വലിച്ച് ആ ഗുഹയിലേക്ക് കൊണ്ടുപോയി. ഗുഹയിൽ അതാ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ഭ്രാന്തനാണെന്നേ തോന്നൂ. ഭ്രാന്തൻ ടോം, അതാണത്രേ അയാളുടെ പേര്. ആ ഭ്രാന്തൻ ആരാണെന്നോ? ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ യഥാർത്ഥ മകൻ എഡ്മണ്ട് ചതിയിൽ നാടുകടത്തിയ എഡ്ഗാർ ആണത്. താങ്കൾ ആരാണ്? ലിയർ യുവാവായ അയാളോട് ചോദിച്ചു. താങ്കളുടെ പെൺമക്കൾ താങ്കളെയും പുറത്തിറക്കി വിട്ടിരിക്കും അല്ലേ? താങ്കളും സ്വത്ത് ഭാഗിച്ചതിൽ തെറ്റ് പ്രവർത്തിച്ചു അല്ലേ? പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജാവിനെ കണ്ടപ്പോൾ കയസിന് സങ്കടം വന്നു. നല്ലവനായ തൻ്റെ രാജാവിന് ഈ ഗതി വന്നല്ലോ, കയസ് ചിന്തിച്ചു. ഭ്രാന്ത് അഭിനയിച്ച് ഗുഹയിൽ കഴിഞ്ഞിരുന്ന എഡ്ഗാറും രാജാവിൻ്റെ ഭ്രാന്ത് പറച്ചിൽ കേട്ട് ഞെട്ടിപ്പോയി. അയാൾക്കും ലിയർ രാജാവിനോട് സഹതാപം തോന്നി. അധ്യായം 9. രക്ഷിക്കാനെത്തിയ കൊർഡീലിയ. ലിയർ രാജാവ് ഇങ്ങനെ ഗതികെട്ട് അലഞ്ഞു നടക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുഴുവനായി കൈയടക്കാൻ അദ്ദേഹത്തിൻ്റെ മരുമക്കളായ കോൺവാളിലെയും ആൽബനിയിലെയും പ്രഭുക്കൾ വട്ടം കൂടുകയായിരുന്നു. അവർ രണ്ടാളും ലിയർ രാജാവിൻ്റെ ബ്രിട്ടീഷ് സിംഹാസനത്തിന് വേണ്ടി കൊതിച്ചു. ആ പ്രഭുക്കന്മാരുടെ കലഹം മൂലം എന്തുണ്ടായെന്നോ? ബ്രിട്ടൻ്റെ ശക്തി നശിച്ചു. അതുതന്നെ നല്ല തക്കമെന്ന് കരുതി ഫ്രാൻസ് ബ്രിട്ടനെ ആക്രമിക്കാനൊരുങ്ങി. നല്ലവനായ കയസ് ലിയർ രാജാവിൻ്റെ സ്ഥിതിയെപ്പറ്റി കൊർഡീലിയയ്ക്ക് വിവരം കൊടുത്തു. ഗ്ലൗസെസ്റ്റർ പ്രഭു ഫ്രാൻസിൻ്റെ ആക്രമണത്തെപ്പറ്റി മനസ്സിലാക്കിയെങ്കിലും അതേപ്പറ്റി ഒന്നും മിണ്ടിയില്ല. അതിൽ റീഗൺ കോപിച്ചു. റീഗണിൻ്റെ ഭർത്താവായ കോൺവാൾ പ്രഭു ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ കണ്ണുകൾ തുറന്നെടുത്തു. അതുകണ്ട് ഗ്ലൗസെസ്റ്ററിൻ്റെ പട്ടാളക്കാർ ഉടനെ കോൺവാൾ പ്രഭുവിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ റീഗൺ വിധവയായി.
ഗ്ലൗസെസ്റ്റർ പ്രഭു കുരുടനായപ്പോൾ അത് തന്നെ തക്കുമെന്ന് കരുതി ചതിയനായ എഡ്മണ്ട് ആ പ്രഭുവിൻ്റെ പദവിയിൽ കയറിപ്പറ്റി. ആ വഞ്ചകനെ റീഗൻ പ്രേമിച്ചു. അവൾ പ്രഭുവായിത്തീർന്ന എഡ്മണ്ടിനെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഗോണറിൽ അക്കാര്യത്തിൽ റീഗനെ എതിർത്തു. കാരണമെന്തെന്നോ, അവളും എഡ്മണ്ടിനെ പ്രേമിച്ചിരുന്നു. ഇനി നമുക്ക് ലിയർ രാജാവിൻ്റെ സ്ഥിതി എന്തെന്ന് നോക്കാം. അദ്ദേഹം ഇപ്പോഴും മുഴുഭ്രാന്തനായി അലഞ്ഞു നടക്കുകയാണ്. നല്ലവളായ കൊർഡീലിയയെ ദ്രോഹിച്ചതിൻ്റെ പശ്ചാത്താപം ഭ്രാന്തു പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അദ്ദേഹം ദിവസം തോറും അവശനായി തീർന്നുകൊണ്ടിരുന്നു. കയസിന് രാജാവിൻ്റെ സ്ഥിതി കണ്ട് സങ്കടമായി. അതിനാൽ അയാൾ അദ്ദേഹത്തെ കൊർഡീലിയയെ കാണാൻ ഡോവറിലേക്ക് കൊണ്ടുപോയി. ഭ്രാന്തനായ പിതാവിനെ കണ്ട് കൊർഡീലിയ ഞെട്ടി. താൻ വളരെയധികം സ്നേഹിക്കുന്ന തൻ്റെ പിതാവിൻ്റെ സ്ഥിതി അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. പിതാവിൻ്റെ മനോരോഗം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുമെന്നവൾ പ്രതിജ്ഞയെടുത്തു. രാജ്യത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരെയെല്ലാം അവൾ വിളിച്ചു വരുത്തി പിതാവിനെ ചികിത്സിക്കാൻ ഏർപ്പാടുണ്ടാക്കി. അല്പം സ്നേഹവും പരിചരണവും കിട്ടിയാൽ രാജാവിൻ്റെ രോഗം ഭേദമാകും. ഡോക്ടർമാർ പറഞ്ഞു. കൊർഡീലിയയ്ക്ക് അത് കേട്ട് കരച്ചിൽ വന്നു. അവൾ പിതാവിനെ സ്നേഹിച്ചിരുന്നു എന്നും എല്ലാവരേക്കാളും അധികം. പക്ഷേ പിതാവ് മുഖസ്തുതിയിൽ മയങ്ങി തന്നെ തള്ളിക്കളഞ്ഞതല്ലേ. ദുഷ്ടകളായ ഗോണറിൽ ചേച്ചിയെയും റീഗൻ ചേച്ചിയെയും കുറിച്ച് അവൾ ഓർത്തു കരഞ്ഞു. പിതാവിൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് അദ്ദേഹത്തെ ആട്ടിയോടിച്ച് അവരെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു. കൊർഡീലിയ രാജാവിനെ നന്നായി ശുശ്രൂഷിച്ചു. മരുന്നുകൾ നൽകി. ലിയർ രാജാവിന് ചികിത്സ കൊണ്ട് കുറച്ച് ഭേദം വന്നു. ചില നേരത്ത് അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി. പക്ഷെ അടുത്ത നിമിഷം അവരെയെല്ലാം മറന്നുപോകുകയും ചെയ്യും. കൊർഡീലിയയെയും കയസിനെയും രാജാവിന് മനസ്സിലായില്ല. സ്നേഹസമ്പന്നരായ അവരാണ് രാജാവിനെ സദാ പരിചരിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒക്കെ ശരിയാകും. ഡോക്ടർമാർ രാജാവിനെ നോക്കിയിരുന്നു. കരയുന്ന കൊർഡീലിയയെ സമാധാനിപ്പിച്ചു. രാജാവ് ഓർമ്മ വന്നപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദുഷ്ടനാണ്, എനിക്ക് മരിക്കണം. അപ്പോൾ കൊർഡീലിയ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച, എന്നെ അനുഗ്രഹിക്കൂ. അവൾ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നു. പക്ഷേ രാജാവിൻ്റെ ഓർമ്മ ഉടനെ മറഞ്ഞുപോയി. തൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നത് തൻ്റെ മകളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ ഒരു യുവതി മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് നീ എൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നത്? നീ ആരാണ്? ആ ചോദ്യം കേട്ട് കൊർഡീലിയ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ലിയർ രാജാവ് പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ, എനിക്ക് സുബുദ്ധിയില്ല. അത് കേട്ടപ്പോൾ കൊർഡീലിയയുടെ നിലവിളി അത്യുച്ചത്തിലായി. എന്നിട്ടും രാജാവ് മകളെ തിരിച്ചറിഞ്ഞില്ല. നീ എൻ്റെ മകൾ കൊർഡീലിയയെപ്പോലിരിക്കുന്നു. രാജാവ് ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. അപ്പച്ച, ഞാൻ തന്നെയാണ് ആ കൊർഡീലിയ. കൊർഡീലിയ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ രാജാവിന് സുബുദ്ധി തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ വെറുക്കണം കൊർഡീലിയ. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. ഞാൻ നിന്നോട് അനീതി ചെയ്തു. നിന്റെ ചേച്ചിമാർക്ക് ഞാൻ സ്വത്തെല്ലാം കൊടുത്തിട്ടും അവർ എന്നോട് ചെയ്തത് നീ അറിഞ്ഞില്ലേ? അതുകൊണ്ട് നീ എന്നെ വെറുക്കണം, എന്നെ ശപിക്കണം. ഇല്ല ഇല്ല, ഞാൻ അങ്ങേ വെറുക്കില്ല. എനിക്കതിന് കഴിയില്ല. കരഞ്ഞുകൊണ്ട് അവൾ തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പലതവണ ചുംബിച്ചു. അധ്യായം 10. ലിയർ രാജാവിൻ്റെ മരണം. ഫ്രാൻസും ബ്രിട്ടനുമായി ശക്തമായ യുദ്ധം ആരംഭിച്ചു. ഫ്രഞ്ച് സൈന്യം തോറ്റോടി. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് എഡ്മണ്ട് ആയിരുന്നു. എഡ്മണ്ട് ഫ്രാൻസിലെ ഡോവർ നഗരത്തിൽ പ്രവേശിച്ചു. അയാൾ അവിടെ വിജയക്കൊടി നാട്ടി. അയാൾ ഫ്രഞ്ച് രാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. കൊർഡീലിയയെയും ലിയർ രാജാവിനെയും അറസ്റ്റ് ചെയ്യൂ, എഡ്മണ്ട് ആജ്ഞാപിച്ചു. താമസിയാതെ ഗോണറിലിൻ്റെ ഭർത്താവായ ആൽബനി പ്രഭു ഡോവറിലെത്തി. നല്ലവനായ ആ മനുഷ്യന് ലിയർ രാജാവിനോട് എന്നും സ്നേഹമായിരുന്നു. ലിയർ രാജാവിനെ അദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഭ്രാന്തൻ ടോം എന്ന പേരിൽ കാട്ടിലെ ഗുഹയിൽ കഴിഞ്ഞിരുന്ന എഡ്ഗാറും ഡോവറിലെത്തി. കണ്ണുകളില്ലാത്ത തൻ്റെ പിതാവ് ഗ്ലൗസെസ്റ്ററിനെയും കൂട്ടിയായിരുന്നു എഡ്ഗാറിൻ്റെ വരവ്. പക്ഷേ ഗ്ലൗസെസ്റ്റർ താമസിയാതെ മരണമടഞ്ഞു. തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണമായവരോട് പകരം വീട്ടാൻ എഡ്ഗാർ തീരുമാനിച്ചു. എഡ്ഗാർ ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പിലേക്ക് കടന്നു ചെന്ന് എഡ്മണ്ടിനോട് പറഞ്ഞു, ഞാൻ എഡ്ഗാറാണ്, ഗ്ലൗസെസ്റ്റർ പ്രഭുവിൻ്റെ യഥാർത്ഥ മകൻ, മൂത്ത മകൻ. അച്ഛൻ്റെ പിന്തുടർച്ചാവകാശി ഞാനാണ്. ഇതുവരെ നീ എന്നെ ചതിക്കുകയായിരുന്നു. ഇനി അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിന്നെ മല്ലയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. അക്കാലത്ത് ആരെങ്കിലും മല്ലയുദ്ധത്തിന് ക്ഷണിച്ചാൽ ചെല്ലാതിരിക്കുന്നത് പോരായ്മയായിരുന്നു. അതിനാൽ എഡ്മണ്ട് യുദ്ധത്തിന് തയ്യാറായി. എഡ്മണ്ട് മല്ലയുദ്ധത്തിൽ തോറ്റുകിട്ടണമെന്ന് ആഗ്രഹിച്ച് ആൽബനി പ്രഭുവും അവിടെ എത്തി. അതിന് കാരണമെന്തെന്നോ, ഗോണറിൽ തന്നെ ചതിച്ച് എഡ്മണ്ടിനെ ഭർത്താവാക്കാൻ മോഹിക്കുന്നുണ്ടെന്ന് ആൽബനിക്ക് അറിയാമായിരുന്നു. ഗോണറിൽ ആ സമയത്ത് മറ്റൊരു ക്രൂരകൃത്യം ചെയ്തു. റീഗൻ എഡ്മണ്ടിനെ മോഹിക്കുന്നുണ്ടെന്ന വസ്തുത മനസ്സിലാക്കിയ ഗോണറിൽ എഡ്മണ്ടും എഡ്ഗാറും അംഗം വെട്ടുന്ന സമയത്ത് സൂത്രത്തിൽ റീഗന് വിഷം കൊടുത്തു. എഡ്മണ്ട് മല്ലയുദ്ധം ജയിക്കും. അതോടൊപ്പം റീഗൻ മരിച്ചു വീഴും.
അപ്പോൾ തനിക്ക് എഡ്മണ്ടിനെ വിവാഹം കഴിക്കാം. അതായിരുന്നു ഗോണറിലിൻ്റെ പ്ലാൻ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അംഗത്തിൽ എഡ്മണ്ട് ഗുരുതരമായി പരുക്കേറ്റ് തളർന്നു വീണു. അവൻ എഡ്ഗാറിനോട് മാപ്പപേക്ഷിച്ച് അവിടെ കിടന്ന് മരിക്കുകയാണുണ്ടായത്. മരിക്കും മുൻപ് അയാൾ ആൽബനി പ്രഭുവിനെ അടുത്തു വിളിച്ച് പറഞ്ഞു, ലിയർ രാജാവും കൊർഡീലിയയും മറ്റൊരു പട്ടാള ക്യാമ്പിലുണ്ട്. ഞാൻ എൻ്റെ സേവകരോട് അവരെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് വേഗം ചെന്ന് ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം. ആൽബനി എഡ്മണ്ടിൻ്റെ ആ മരണമൊഴി കേട്ട് പകച്ചു നിന്നു. എഡ്ഗാർ വൈകാതെ രാജാവിനെയും കൊർഡീലിയയെയും രക്ഷിക്കാൻ ഓടി. ആ സമയത്ത് റീഗൻ ഗോണറിൽ കൊടുത്ത വിഷത്തിൻ്റെ ശക്തി കൊണ്ട് മരിച്ചു വീണു. ഗോണറിലിന് എന്തു സംഭവിച്ചെന്നോ, എഡ്മണ്ട് മരണമൊഴിയിൽ തൻ്റെ വഞ്ചനയുടെ കഥകളെല്ലാം ആൽബനിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഗോണറിൽ സ്വയം കുത്തി മരിച്ചു. എഡ്ഗാർ മറ്റേ പട്ടാള ക്യാമ്പിലെത്തിയപ്പോൾ ഒരു വലിയ ദുരന്തം അവിടെ കണ്ടു. കൊർഡീലിയ മരിച്ചു കിടക്കുന്നു, ലിയർ രാജാവിൻ്റെ കൈകളിൽ. എഡ്മണ്ടിൻ്റെ സേവകൻ അയാളുടെ കൽപ്പനയനുസരിച്ച് അവളെ വധിച്ചതാണ്. എൻ്റെ മകൾ മരിച്ചു. രാജാവ് നിലവിളി തുടങ്ങി. നിങ്ങളെല്ലാവരും ദുഷ്ടന്മാരാണ്, കൊലപാതകികളും ചതിയന്മാരുമാണ് എല്ലാവരും. നിങ്ങളെല്ലാം തുലയട്ടെ. എൻ്റെ മകളെ നിങ്ങൾ കൊന്നില്ലേ? കയസ് ആ സമയത്ത് രാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ചോദിച്ചു, തിരുമേനി, അങ്ങേക്ക് എന്നെ മനസ്സിലായോ? രാജാവ് കണ്ണുനീർ തുടച്ചുകൊണ്ട് തല ഉയർത്തി കയസിനെ നോക്കി. നീ കെൻറ്റിനെ പോലെ ഇരിക്കുന്നുവല്ലോ, രാജാവ് പറഞ്ഞു. പക്ഷേ നീ എന്നെ ശുശ്രൂഷിച്ചിരുന്ന കയസല്ലേ? തിരുമേനി, ഞാൻ കയസ് തന്നെ. കെൻറ്റും ഞാൻ തന്നെ. കെൻറ്റാണ് കയസിൻ്റെ വേഷത്തിൽ വന്ന് തന്നെ സഹായിച്ചതെന്ന് രാജാവ് മനസ്സിലാക്കി. പക്ഷേ അയാളോട് നന്ദി പ്രകടിപ്പിക്കാനൊന്നും അപ്പോൾ രാജാവിന് കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ മകളുടെ മൃതശരീരത്തെ നോക്കി വീണ്ടും പുലമ്പി. പട്ടികളും കുതിരകളും എലികളും ഈ ലോകത്ത് ജീവിക്കുന്നു, പക്ഷേ എൻ്റെ മകൾ മരിച്ചു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ മരിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൃദയം തകർന്ന് മകളുടെ മൃതദേഹത്തിൽ മരിച്ചു വീണു. മഹാനായ ലിയർ രാജാവിൻ്റെ ജീവിതം അവസാനിച്ചു. പൊന്നും മുക്കുപണ്ടവും തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാശത്തിന് വഴിവെച്ചത്. മുഖസ്തുതി സത്യമാണെന്നാണല്ലോ അദ്ദേഹം ധരിച്ചത്. സത്യസന്ധിയായ കൊർഡീലിയയെ അദ്ദേഹം മനസ്സിലാക്കാൻ വളരെ വൈകി. എഡ്ഗാറും കെൻറ്റും ലിയർ രാജാവിനെയും കൊർഡീലിയയെയും നോക്കി കണ്ണീരൊഴുക്കി. അവർ ആ നല്ല മനുഷ്യരുടെ മൃതദേഹങ്ങൾ രാജോചിതമായി സംസ്കരിച്ചു. ആൽബനി പ്രഭു തൻ്റെ ഭാര്യയായിരുന്ന ഗോണറിലിൻ്റെ വഞ്ചനയിലും മരണത്തിലും ദുഃഖിച്ച് ജീവിതത്തെ തന്നെ വെറുത്തു. എഡ്ഗാറിനെയും കെൻറ്റിനെയും ബ്രിട്ടൻ്റെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് ആൽബനി പ്രഭു ഭരണത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിച്ചു. ലിയർ രാജാവ് കഥ അവസാനിക്കുന്നു.